ഹായ് വണക്കം മക്കളെ വണക്കം. തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ട്രെയിലർ വന്നിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് തല അജിത്തിന്റെ ഒരു മൂവി, ശരിക്കും പറഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം വിടാമുയർച്ചയൊക്കെ വരുന്ന സമയത്ത് ട്രെയിലറിൽ കാണിച്ചതൊന്നും നമുക്ക് സിനിമയിൽ ആ ഒരു പീക്നെസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര വലിയൊരു സത്യമായിരുന്നു. പക്ഷേ അജിത്ത് എന്ന് പറയുന്നൊരു നടനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഡയറക്ടേഴ്സേ ഉള്ളൂ. അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരും വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിക് രവിചന്ദ്രൻ്റെ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിവേ പുള്ളിക്കാരൻ്റെ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിലർ കട്ട് 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ 2 മിനിറ്റ് തലയുടെ വിളയാട്ടം ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. എനിവേ ട്രെയിലർ റിയാക്ഷനിലോട്ട് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. எறவச்சமையே இது நான் வச்சமையே பின்னால வர. ஓ ஷைன் டாம் சாக்கோ, அர்ஜுன் தாஸ். ഓ കിടു 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 മോനെ, എന്റെ അമ്മ ഇങ്ങനെ ഇത്രയും. ഓ അത് ഫ്രെയിമിങ് പൊളിയായിട്ട് കേട്ടാ. ഏയ് ഫുൾ ഓഫ് മങ്കാത്ത ഫീലാണല്ലേ. പൊളിയാട്ടാ. இருங்க பாய். சார் உங்க கார்டு மேல ஒரு 16 நம்பர் இருக்கும். அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? எந்த மோனே அவன் பயத்துக்கே பயம் காட்டுறவன். கை இருக்கும், கால் இருக்கும், மூக்கு இருக்கும், மொழி இருக்கும், ஆனா உயிர் എൻ്റെ മോനെ 2 മിനിറ്റ് ട്രെയിലർ. ഈ ഒരു സാധനത്തിനകത്ത് തല അജിത്ത് എന്ന് പറയുന്നൊരു മുതലിനെ ഇറക്കി വിട്ടേക്കാണെന്ന് നമുക്ക് മനസ്സിലായി. അതിക്ക് എന്തായാലും ഒരു അജിത്ത് ഫാനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അജിത്ത് എന്ന് പറയുന്ന ഒരു ആക്ടറിന് ഈ ഒരു സീരിയസ്നെസ് ഭയങ്കരമായിട്ട് കൊണ്ടുപോകാതെ അയാൾക്കൊന്ന് നളിക്കാനുള്ള ചാൻസസ് കൊടുത്തത് വെങ്കട്ട് പ്രഭുവാണ്. അത് ലാസ്റ്റ് മങ്കാത്തയിലാണ് അങ്ങനെ ഒരു സാധനം കിട്ടിയത്. അതിൻ്റെ ഒരു പീക്നെസ് വേറെ ഒരു പടത്തിലും അതിൻ്റെ ബീജിയം ആണെങ്കിലും ഒക്കെ വേറെ ഒരെണ്ണത്തിനും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ജെന്യുവിനായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ അജിത്ത് എന്ന് പറയുന്നൊരു നാട്ടനെ എൻ്റെ മോനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം അജിത്ത് എന്ന് പറയുന്നൊരു ആക്ടറിന് പല വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അങ്ങേരെ ഒരുപാട് ആൾക്കാർ ചുമ്മാ യൂസ് ചെയ്തങ്ങ് വിട്ടെന്നേ ഉള്ളൂ, കാര്യമായിട്ട് യൂസ് ചെയ്തില്ല. ഇങ്ങേരാണെങ്കിൽ ഒടുക്കത്തെ ഒരു ഫാൻ ബോയ് പണ്ണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കണം. അതിനകത്ത് ആ DAG ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാ ഒരു പെർഫെക്ഷനാന്നേ. ഇനി അത് അജിത്ത് ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്നാണെങ്കിലും അടിപൊളി ഐറ്റം. ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇപ്പോൾ അർജുൻ ദാസ്, ഷൈൻ ടോം ചാക്കോ, ജാക്കി ഷ്രോഫ്, തൃഷ, പിന്നെ അതുപോലെ തന്നെ എത്ര എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു മയമില്ലാത്ത കാസ്റ്റിങ്ങും അതുപോലത്തെ വിഷ്വൽ ട്രീറ്റും ആക്ഷൻ സീക്വൻസുകളും ഒരു രക്ഷയില്ല. എനിക്കൊന്ന് നമ്മുടെ സലാറിലൊക്കെയുള്ള പയ്യനില്ലേ, പൃഥ്വിയുടെ ചെറുപ്പകാലം അഭിനയിച്ച ആ പയ്യൻ, അവനാണ് ഇദ്ദേഹത്തിൻ്റെ മോനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്, പിന്നെ എന്തുവാ മാസൊക്കെ എൻ്റെ മോന് വേണ്ടിയിട്ട് വിട്ടതാണെന്നൊക്കെ. ഇനി എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗംഭീരമായിട്ടായിരിക്കും ഈ സിനിമ ഗുഡ് ബാഡ് അഗ്ലി. ഇതിനകത്ത് അജിത്തിന് കിട്ടുന്ന ഒരു ഗംഭീര വരവേൽപ്പ് തന്നെ ആയിരിക്കും. സോ ഐ എം വെയിറ്റിംഗ്. എനിവേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും അജിത്തിൻ്റെ പെർഫോമൻസ് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്തത്. നിങ്ങളൊന്ന് നോക്ക്, അജിത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഭയങ്കര ഓവർ സീരിയസ്നെസ് ആയി ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇല്ല അപ്പിടാൻ മുട്ടിയിരിക്കുന്ന കണക്കത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പുള്ളി പിടിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് ഇതിനകത്ത് ഒരു ഫ്രീ മൈൻഡോടുകൂടി ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്ത്. എനിവേ എന്താണെങ്കിലും ഈ ഒരു സാധനം തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയൻസിന് തകർത്താടാൻ പറ്റിയ ഐറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ
വേറെ ലെവലായിരിക്കും. മറ്റേ പഴയ ബീറ്റും സാധനങ്ങളും ഒക്കെ കയറ്റിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഐറ്റമൊക്കെ അമ്പോ ഒരു രക്ഷയില്ല. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ട്രെയിലർ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി സിനിമ, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. April 10th ഗുഡ് ബാഡ് അഗ്ലി റിലീസാവുന്നത്. അന്നത്തെ ദിവസം 3-4 റിലീസുകളുണ്ട്. ഏതൊക്കെ എങ്ങനെയൊക്കെ കാണുമെന്നൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ബട്ട് എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ അതിൻ്റെ റിവ്യൂസൊക്കെ എല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അജിത്ക്ക് സലാം പോട്. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസോടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നീ മുന്നാലെ പോരെ, പിന്നാലെ പോരെ.